ഈ പ്രയർ എന്ന് വെച്ചാൽ ഒരു കോൺവെർസേഷൻ. ദൈവത്തോട് എൻ്റെ ഹൃദയം മുഴുവൻ തുറക്കുന്നതാണ്. ദൈവത്തോടുള്ള സംസാരമാണത്. എല്ലാം പറയും, മുഴുവൻ എൻ്റെ വിഷമങ്ങളും കണ്ണുനീരും ദുഃഖവും ആകുലതകളും മുഴുവൻ ഇറക്കി വെക്കുന്നതാണ് പ്രയർ. ശ്രമത്തിൽ ഹല്ലേലൂയ. അതായത് സങ്കീർത്തനം 55:22 പറയുന്ന പോലെ നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും, നീതിമാൻ കുലുങ്ങുവാനോടൊന്ന് അനുവദിക്കില്ല. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഈ ദാവീദ് മാരക പാപം ചെയ്തു, പക്ഷെ അതിനുശേഷം നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. അതാണ് സങ്കീർത്തനം 51. ദൈവം എന്നോട് കരുണയുണ്ടാകണം, ദയാപുരൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ, എൻ്റെ അകൃത്യങ്ങൾ ഞാൻ അറിയുന്നു, അതെല്ലാം തുടച്ചു മാറ്റണമേ, എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കും. മുഴുവൻ പ്രയറാണ്. പാപി പ്രാർത്ഥിക്കുകയാണ്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ആ പ്രാർത്ഥനയുടെ അവസാനം വരുമ്പോൾ അവർ ഉത്തരം കിട്ടുന്നത് കാണാൻ പറ്റും. ബൈബിളിൽ പ്രത്യേകമുണ്ട്. ആരെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം പ്രയറിന്റെ അവസാനം ഒരു ഉത്തരം കിട്ടിയിരിക്കും. ദൈവത്തോടെ ഒരു പ്രശ്നമോ വിഷമോ ദുഃഖമോ ദുരിതമോ ദുരന്തമോ ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തിയോട് ആത്മസുഹൃത്തിനോടൊന്ന പോലെ തുറന്നു പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രയർ കഴിയുമ്പോൾ തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അവന് ലഭിച്ചിരിക്കും. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. വീണ്ടും ലൂക്കാ സുവിശേഷത്തിന്റെ 9-ാം അധ്യായം ധ്യാനിക്കുമ്പോൾ ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. 9:28 മുതൽ 31-32 വരെയുള്ള വചനം വായിക്കും. വളരെ വചനം. അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് എന്തുകൊണ്ടാണ് ഈശോ മല തിരഞ്ഞെടുക്കുന്നത്? മല തിരഞ്ഞെടുക്കുന്നതിന് ഒരു കാരണം ബൈബിൾ പറയുന്നുണ്ട്. ഇത് വലിയൊരു തിയറി ഉണ്ട്, തിയോളജി ഓഫ് മൗണ്ടൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. മലകൾ ഈശോ ദൈവം തിരഞ്ഞെടുക്കും. പഴനി വന്നു സീനായി മല തിരഞ്ഞെടുക്കുന്നു, കാർമൽ മല തിരഞ്ഞെടുക്കുന്നു, അങ്ങനെ പല മലകൾ തിരഞ്ഞെടുക്കും. എന്തിനീ മലകൾ തിരഞ്ഞെടുക്കുന്നത്? അർത്ഥം പറ്റുന്നതല്ല. എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും മാറി ഉയർന്നു പോകണം, ഉയരുക, മുകളിലേക്ക് ഉയരുക, ദൈവത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങാണ്ട് അതൊരു ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ ഭൂമിയുമായിട്ടുള്ള ചുറ്റുപാടുകളുമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ട് തനിച്ചിരിക്കുന്ന മലയുടെ മുകളിലിരിക്കുമ്പോൾ വേറെ ആരുമില്ല, ഒറ്റയ്ക്കിരിക്കും. ദൈവവുമായിട്ട് അവനും അവന്റെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം പുലർത്തുന്ന വേദിയാണ്. അവനവന്റെ സൃഷ്ടാവിന്റെ കൂടെ ഇരിക്കുക, അവൻ തിരിച്ചറിയുന്നത്, അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, അവന് വിഷമങ്ങൾ പറയാം, കണ്ണുനീര് പറയാം. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ചിലർക്ക് പോയിട്ടുണ്ടാവും സീനായി മലയിൽ. ഞാൻ പോയിട്ടുണ്ട് 1-2 പ്രാവശ്യം സീനായി മലയുടെ മുകളിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടുന്നത് 3-4 മണിക്കൂറൊക്കെ നടന്നാൽ മാത്രമേ അതിൻ്റെ മുകളിൽ ചെല്ലാൻ. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ എൻ്റെ മുകളിൽ ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഭയങ്കര ഉയർന്ന മല, വലിയ ഉയർന്ന മല. അപ്പം ഞാൻ ചിന്തിക്കുമ്പം ചരിത്രം പറയുമ്പോൾ അതാണ് മോശ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചെന്നാണ് വിശ്വാസം പഠിപ്പിക്കുന്നത്. അവിടെ ചെറിയ ദേവാലയമൊക്കെ കുഞ്ഞൊരു പള്ളിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പറയുന്നതാണ്, ഞാൻ അവിടെ ചെന്ന് അത്ഭുതപ്പെടും. ഇത്രയും ഉയർന്ന മല, ഒരുപക്ഷെ ആ ഈജിപ്തിന്റെ പ്രദേശത്തുള്ള എല്ലാ മലകളിൽ വെച്ച് ഏറ്റവും ഉയർന്നൊരു മല പോലെ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ മുകളിലോട്ട് വന്ന് പ്രാർത്ഥിക്കാൻ ദൈവം അവരോട് ആവശ്യപ്പെടുന്ന അർത്ഥം എന്താ? ബാക്കിയെല്ലാം താഴെയാവണം, എല്ലാം നിനക്ക് ചുറ്റുമുള്ളത് മുഴുവൻ താഴെയായിട്ട് നീ അതിന് മുകളിലോട്ട് കയറിയിട്ട് ദൈവവുമായിട്ട് ദൈവത്തെ മാത്രമേ നിന്നെ ചുറ്റും നോക്കുമ്പോൾ നീ കാണാൻ പാടുള്ളൂ. ആ ദൈവത്തോട് ചേർന്നിരിക്കാൻ പറയും. അപ്പോഴാണ് ഇവന് ദൈവസ്വരം കിട്ടുന്നത്. 10 പ്രമാണങ്ങൾ അവന് ദൈവം കൊടുക്കുന്നു. ഞാൻ തുറന്നു പറയും, ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വേ ആരാധന. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതം ഉണ്ടാകും. അവിടെ നമ്മൾ തുറന്നു പറയും. വേദനകളാകട്ടെ, പരിഭവങ്ങളാകട്ടെ, ദേഷ്യമാണ്. ഇപ്പം മോശയോടും ദൈവത്തോട് വഴക്കുണ്ടാക്കും. ഞാനാണോ ഇവരെല്ലാം പെറ്റത്, സൃഷ്ടി ഞാനാണോ ഇതിനെല്ലാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. വഴക്കിടും, ദേഷ്യപ്പെടും, സ്നേഹിക്കും, ദൈവത്തോടും എല്ലാം പറയുന്നൊരു മോശ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കാണാൻ, സംസാരിക്കും. നിങ്ങൾ പുറപ്പാട് പുസ്തകം ഒന്ന് വായിച്ചാൽ മതി. മോശ എങ്ങനെയാണ് ദൈവത്തോട് പറയുന്നത്. നിങ്ങൾ ഓർക്കണം, മോശയുടെ മുമ്പിൽ ദൈവം ഇങ്ങനെ നേരെ ഇങ്ങ് നിൽക്കുകയല്ല, ഒരു അരൂപിയായിട്ട് നിൽക്കുകയാണ്. സമയത്ത് മോശ ദൈവത്തിന്റെ സ്വരം കേൾക്കും വല്ലപ്പോഴും, പിന്നെ എപ്പോഴും കേൾക്കണമെന്നില്ല. അപ്പൊ അതിനിടയിൽ മോശയ്ക്കറിയാം എവിടെ നിന്ന് ഞാൻ സംസാരിച്ചാലും ദൈവം കേൾക്കുന്നുണ്ടെന്ന്. അപ്പൊ ശൂന്യാകാശത്തിലേക്ക് നോക്കിയിട്ട് മോശ, ദൈവമേ ഈ ജനത്തെ നയിക്കാൻ എനിക്കാവുന്നില്ല. നല്ല പരിഭവങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ദൈവസ്വരം വരും, ഇവന് കേൾക്കും.
അപ്പൊ അവനറിയാം, ഒരു വ്യക്തി എന്ന പോലല്ല, ഒരു അശ്ലീലി എന്ന പോലെ, ഒരു അരൂപി എന്ന പോലെ ദൈവം അവനെ ചുറ്റും നിപ്പുണ്ടെന്ന് അവനറിയാം. അവൻ പറയുന്ന മുഴുവൻ ആ ദൈവം ഇന്നുകൊണ്ട് കേട്ടോ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കർത്താവ് തുറന്ന് സംസാരിച്ചു നോക്കുക. ഞാൻ പറയും, ഇവിടെ ഇരിക്കുന്ന ഏറ്റവും വലിയ വിഷമിക്കുന്ന വ്യക്തിയാകട്ടെ, എന്തെല്ലാം സംശയങ്ങളുള്ള വ്യക്തിയാകട്ടെ, വിശ്വാസത്തെക്കുറിച്ച് ദൈവത്തോട് തുറന്ന് സംസാരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, പ്രയർ കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ യേശുവിനെ കുറിച്ചത്തില്ല. നന്നായിട്ട് കേടിച്ച്, നന്നായിട്ട് കേടിച്ച്, കരങ്ങൾ ഉയർത്തി കേടിച്ച്, ശബ്ദമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 28-29. ഏകദേശം 8 ദിവസങ്ങൾക്ക് ശേഷം പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മുഖഭാവം മാറി. മുഖഭാവം, കാഴ്ചപ്പാട് മാറി. നമ്മുടെയൊക്കെ ദേഷ്യം അരിശമൊക്കെ മാറണമെങ്കിൽ ദൈവത്തോട് സംസാരിക്കണം. നമ്മളുടെ കുറ്റം പറയാൻ സ്വഭാവം, നമ്മളെ തിന്മകളൊക്കെ മാറും, മുഖഭാവം മാറും. മുഖഭാവം, അതാണ് ശരിക്കും വിശുദ്ധരൊക്കെ പറയുന്നത്. അവർ പള്ളിയിലല്ല, ദേവാലയ ദൈവസന്നിധിയിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലൊക്കെ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ ആ ഒരു പ്രകാശം അവരുടെ മുഖത്ത് കാണാൻ പറ്റും. കാരണം ദൈവത്തോട് സംസാരിക്കുക. മോശയൊക്കെ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖത്തൊരു പ്രകാശമുണ്ട്. കാരണം ദൈവത്തെ കണ്ടിട്ട് വരികയാണ്. അബ്രാഹാം പോയി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ അബ്രാഹത്തിന്റെ മുഖത്തൊരു പ്രകാശമുണ്ട്. ജോഷുവ പ്രാർത്ഥിച്ചിട്ട് സമാഗമ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവന്റെ മുഖത്തൊരു പ്രകാശമുണ്ട്. അഹരോൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ അവന്റെ വസ്ത്രത്തിൽ നിന്നൊരു അഭിഷേകം കൊടുക്കുന്നുണ്ട്. കാരണം അവരെല്ലാം ദൈവത്തെ കണ്ടുമുട്ടുന്ന. അത് പ്രിയപ്പെട്ട മക്കളെ, പലർക്കും വെച്ചാൽ എനിക്ക് വിശ്വാസമില്ല, ഞാൻ നിരീശ്വരം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പ്രാർത്ഥന തുടങ്ങുക, തനിച്ചിരുന്ന് രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പ്രയറിലിരുന്ന് കഴിയുമ്പോൾ ഇപ്പം മക്കളെ ഓർത്തുള്ള പരാതിയാകാം, ജീവിത പങ്കാളി ഓർത്തുള്ള പരാതിയാകാം, കുടുംബ പ്രശ്നങ്ങൾ ഓർത്തുള്ളതാകാം, അല്ലെ രോഗം ഓർത്തുള്ളതാകാം, അല്ലെ ഒരുപാട് മാനസിക പീഡകളാകാം, വീട്ടിൻ്റെ അവസ്ഥകളാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം, കുടുംബ പ്രശ്നം എന്തോ ആകട്ടെ, അതെല്ലാം ഇതിങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കാറുണ്ട്, വളരെ ചെറുപ്പത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും അനുഗ്രഹമാണ് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പം ഞാൻ പണ്ടൊക്കെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരനാണ് പ്രസിഡന്റ്. അപ്പം ഞങ്ങൾക്ക് അവിടെ ഈ റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ട്, വിജനമായ സ്ഥലങ്ങളായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ പറയുന്നത് 80-85 90-കളിലെ കാലഘട്ടമാണ് പറഞ്ഞത്. അപ്പം അന്ന് ഞാനിങ്ങനെ ഒരു 4 മണി കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു റബ്ബർ തോട്ടത്തിലോട്ട് കയറിപ്പോവും. പഠിക്കാൻ കുറച്ച് പുസ്തകമൊക്കെ കൊണ്ടുപോകും. അവിടെ കൊണ്ട് പാറപ്പുറത്ത് കൊണ്ട് ഒരു പുസ്തകമൊക്കെ വെക്കും. പിന്നെ അതിലൂടെ നടന്ന് ഞാൻ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഒക്കെ പിറ്റേ ദിവസമൊക്കെ നടക്കും, അല്ല കാര്യങ്ങൾ. അപ്പം എനിക്ക് ഞാൻ പറയുന്നതെല്ലാം ദൈവം കേൾക്കുന്നുണ്ട്. അപ്പം എനിക്കത് ഭയങ്കര വിശ്വാസമായി. പല അനുഭവങ്ങളും മനസ്സിലായി. ഞാനിങ്ങനെ സ്ഥിരം ഇങ്ങനെ ഞാൻ പോയിരുന്നു പ്രാർത്ഥിക്കും. അപ്പം അന്ന് ആരും എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ സഹായം കിട്ടിയതുകൊണ്ട് മാത്രം ഞാൻ കരുതുന്നത്. അപ്പം ഇങ്ങനെ സംസാരിക്കാം. അപ്പം ഒരു അന്തരീക്ഷത്തിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നാളെ പരീക്ഷയാണ്, അതാണ് ഇതാണ് എൻ്റെ സഹായം, അതുപോലെ ഹെൽപ്പ് കിട്ടുക. അപ്പോൾ കുറേ കഴിയുമ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലായി, ഞാനിങ്ങനെ അന്തരീക്ഷത്തിലേക്ക് നോക്കി, എൻ്റെ ദൈവം അവിടെ നിൽപ്പുണ്ട്, എന്നെ കേട്ടുകൊണ്ട്, എന്നെ കണ്ടുകൊണ്ട്, എന്നെ നോക്കിക്കൊണ്ട്, എന്നെ സൃഷ്ടിച്ച് എനിക്ക് രൂപം നൽകിയ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം അവിടെ നിൽപ്പുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ അത് മുഴുവനും കേട്ടിട്ട് ഉത്തരം കിട്ടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥന തുടങ്ങിയാൽ മതി. അങ്ങനെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ അവിടെ എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ എനിക്ക് വൈദികനാകാനുള്ള ആഗ്രഹം ഉണ്ടാകും. എന്നും പള്ളി പോകാൻ തീരുമാനമുണ്ട്. അവൻ ആരും എന്നെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആരും നിർബന്ധിച്ച് എനിക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല, ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ വന്നാൽ ഞാനത് ചെയ്യും. അത് ഇടം വല്ലം നോക്കാറില്ല, ഒന്നിനെയും പേടിക്കാറുമില്ല. കാരണം വെച്ചാൽ അതാ ഒരു പ്രേരണ പരിശുദ്ധാത്മാവ് തന്നാൽ സന്തോഷം. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ശബ്ദപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ജീവിതം തുടങ്ങുക. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ശരി. നമ്മൾ ചിലപ്പോൾ ജപമാലയും പരിശുദ്ധ അമ്മയോട്ട് പ്രാർത്ഥന തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. നല്ല പ്രേരണ, അല്ല കരുണയാണ്. നമുക്ക് ഒരുപാട് നമ്മുടെ സഭയുടെ പ്രാർത്ഥനകളും വ്യക്തിപരമായ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പ്രിൻ്റ് ചെയ്തൊക്കെ വായിക്കാം, ഒക്കെ നല്ലതാണ്. പക്ഷെ അതൊക്കെ വെച്ചു പ്രാർത്ഥിച്ചു തീർച്ചയായിട്ടും. പക്ഷെ അതിലുപരി ഞാൻ പറയും, 1 മണിക്കൂർ വ്യക്തിപരമായ പ്രാർത്ഥന. ഈശോ ഗെത്സമൻ തോട്ടത്തിൽ ചെയ്യുന്ന എന്താ? അവിടെ ഇതിന് പുസ്തകവും വായിക്കൊന്നുമില്ല. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അവിടെ പോയി ഈശോ തൻ്റെ എല്ലാ വിഷമങ്ങളും വരാൻ പോകുന്ന സഹനങ്ങളെ മുഴുവനും ദൈവപിതാവിനോട് തുറന്നു പറയുക. അതാണ് പ്രാർത്ഥന. തൻ്റെ സൃഷ്ടാവായ, തൻ്റെ പിതാവായ, എല്ലാമായ
ദൈവപിതാവിനോട് എൻ്റെ എല്ലാ കാര്യവും പുത്രനെന്ന ഒരു അവസ്ഥ നിന്നുകൊണ്ട് ഞാൻ മകനാണ്, അങ്ങ് പിതാവാണ്, അങ്ങയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിബന്ധം. ആ ഈശോയ്ക്ക് ഈശോയുടെ ജീവിതം മുഴുവൻ ആ പ്രയറുണ്ട്. പ്രാർത്ഥന എന്ന് വെച്ചാൽ എന്തെങ്കിലും ഉരുവിടുക എന്നുള്ളതല്ല, അതിലുപരിയായിട്ട് ഒരു തുറന്നു കാര്യങ്ങള് എൻ്റെ ദൈവത്തോട് ഞാൻ പറയുന്നതാണ് പ്രാർത്ഥന. എൻ്റെ വിഷമങ്ങളാകട്ടെ, പരിഭവങ്ങളാകട്ടെ, കുറ്റപ്പെടുത്തലാകട്ടെ, കുറവുകളാകട്ടെ, പാപങ്ങളാകട്ടെ, എല്ലാം തുറന്നു പറയുന്നതാണ് പ്രാർത്ഥന. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ.